നമസ്കാരം. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ പാർട്ടികൾക്കെല്ലാം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെങ്കിലും ദേശീയ പാർട്ടിയായ CPM-നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ദേശീയ പദവി നിലനിർത്തുക എന്ന കഠിന പരീക്ഷണത്തിലാണ് ഇക്കുറി CPM ഇലക്ഷനെ നേരിടുന്നത്. CPM ഇക്കുറി കേരളത്തിൽ മലബാറിൽ നിന്ന് തന്നെ കൂടുതൽ മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടുമെന്നാണ് CPM പാർട്ടി തന്നെ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള 9 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലബാർ മേഖല. ഇതിൽ കാസർഗോഡ്, കണ്ണൂർ, ആലത്തൂർ, പാലക്കാട്, വടകര എന്നീ 5 മണ്ഡലങ്ങൾ CPM വിജയം ഉറപ്പിക്കുന്നു. ഇതിനുള്ള കാരണങ്ങൾ CPM കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കാസർഗോഡ് ഉണ്ണിത്താൻ്റെ പൗരത്വ ഭേദഗതിയിൽ മേലുള്ള അഭിപ്രായം മുസ്ലിങ്ങൾക്ക് എതിരാണെന്നും അത് കാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ണിത്താനെതിരെ സംശയം ഉളവാക്കിയിട്ടുണ്ടെന്നും ഈ വോട്ടുകൾ പൊതുവെ ഇടതുകോട്ടയായ കാസർഗോഡ് തിരികെ CPM-ലേക്ക് എത്തുമെന്നുമാണ് CPM കേന്ദ്രം വിലയിരുത്തുന്നത്. കണ്ണൂരിൽ ജയരാജന്മാരിലെ ശക്തനായ MV ജയരാജനാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം സുധാകരനെതിരെ കോൺഗ്രസിൽ തന്നെ ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നതും അതോടൊപ്പം സുധാകരന് തന്നെ ലോക്സഭയിലേക്ക് പോകുവാൻ മനസ്സില്ലാത്തത് കാരണം പ്രവർത്തനം മുന്നേറുന്നില്ലെന്നുള്ളതും ഒരു കാരണമായി CPM കണക്കാക്കുന്നു. അതോടൊപ്പം ആലത്തൂർ മണ്ഡലം തിരികെ പിടിക്കുവാൻ മന്ത്രിസഭയിലെ അംഗത്വത്തിനെ തന്നെ അവർ രംഗത്തിറക്കിയതും CPM-ന്റെ വിജയത്തിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ തവണ പിടിവിട്ട പാലക്കാട് തിരികെ പിടിക്കാൻ പഴയ MP-യായ വിജയരാഘവനെ തന്നെയാണ് CPM രംഗത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ അട്ടിമറി വിജയവും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനുള്ള കാരണം സമസ്തയും ലീഗും തമ്മിലുള്ള പിണക്കത്തിൽ MP-യായ മുഹമ്മദ് ബഷീർ തോൽക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി മണ്ഡലം മാറ്റിയിരിക്കുകയാണ്. പകരം മുസ്ലിം സമുദായത്തിൻ്റെ പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ സമദാനിയെയാണ് ലീഗ് മലപ്പുറത്തു നിന്നും പൊന്നാനിയിൽ എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ CPM ചെയ്ത ബുദ്ധി മുൻ മുസ്ലിം ലീഗ് നേതാവായ ഹംസയെ മത്സരിപ്പിക്കുക മാത്രമല്ല CPM ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം ജയിച്ചാൽ CPM-ന് ഒരു MP-യെ ലഭിക്കും. അല്ലെങ്കിൽ ഇവിടെ ലഭിക്കുന്ന വോട്ട് ഷെയർ എന്തായാലും ഇക്കുറി കൂടുമെന്നുള്ളത് CPM-ന് ഉറപ്പാണ്. ഈ വോട്ട് ഷെയർ CPM-ന്റെ അക്കൗണ്ടിലേക്കാണ് കയറുക. അത് കാരണം CPM-ന്റെ സീറ്റ് ലഭിച്ചില്ലെങ്കിലും വോട്ട് ഷെയർ ഉയർത്തുവാൻ ഇത് സാധിക്കും. എന്തായാലും സമസ്തയെപ്പോലുള്ള ന്യൂനപക്ഷ സംഘടനകളുടെ പിന്തുണയും അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതിയിൽ പരസ്യമായി നിലപാടെടുത്ത ഇടതുപക്ഷത്തിനും പിണറായിക്കും വോട്ട് നൽകുവാനും ചില ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ തന്നെ മുൻപോട്ടെത്തിയിട്ടുണ്ടെന്നും CPM-ന്റെ കണ്ടെത്തൽ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ മലബാർ ഏരിയയിൽ തന്നെ 5 സീറ്റുകൾ ഉറപ്പിക്കുകയും അതോടൊപ്പം തന്നെ പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി പ്രതീക്ഷിക്കുകയും CPM ചെയ്യുന്നുണ്ട്.